നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് ചൂടാണ്. പലതരം ആശങ്കകളും പ്രതിസന്ധികളും ഓരോ പാർട്ടിയെ സംബന്ധിച്ചും അവരുടെ തലയിൽ നിൽക്കുമ്പോഴും അതിനെല്ലാം തന്നെ നേരിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മുടെ പാർട്ടികൾ കടക്കുകയാണ്. ഏതായാലും കേരളത്തിൽ ഭരണ തുടർച്ചയെന്ന LDF മോഹങ്ങൾക്ക് തടയിടാനാണ് ആക്ഷൻ പാക്ട് തന്ത്രങ്ങളുമായി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു രംഗത്തിറങ്ങിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCC നേതൃ ക്യാമ്പിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 90 മുതൽ 100 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന ശുഭസൂചന നൽകുന്ന സർവേ റിപ്പോർട്ടും ആക്ഷൻ പ്ലാനും കനകോലു അവതരിപ്പിച്ചു. പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത്. സർക്കാരിനെതിരായ പ്രധാന ടാഗ്ലൈനായി കടക്ക് പുറത്ത് എന്ന വാചകം പരിഗണനയിലുണ്ട്. ലക്ഷ്യം 100 സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള ഇൻക്ലൂസീവ് മൈൻഡ്സ് ടീം നടത്തിയ അതീവ രഹസ്യ സർവേയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. UDFന് 85 സീറ്റുകളിൽ നിലവിൽ വ്യക്തമായ വിജയസാധ്യതയുണ്ടെന്നും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇത് 100 കടക്കാമെന്നും അദ്ദേഹം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി. സർവകലാശാല വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഉപയോഗിച്ച് വോട്ടർമാരുടെ പ്രായം, ലിംഗഭേദം, പ്രാദേശിക പ്രശ്നങ്ങൾ എന്നിവ വിശകലനം ചെയ്താണ് ഡാറ്റ അനലിറ്റിക്സ് തയ്യാറാക്കിയത്. തിരുവനന്തപുരത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള വാർ റൂം സ്ഥാപിച്ച് താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിക്കും. യുവാക്കളെയും രാഷ്ട്രീയവാദികളെയും സ്വാധീനിക്കാൻ പ്രത്യേക സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും സജ്ജമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിപ്ലവകരമായ മാറ്റം. കനകോലുവിന്റെ റിപ്പോർട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും. ജനപ്രീതി കുറഞ്ഞ MLAമാർക്ക് പകരം യുവാക്കൾക്കും വനിതകൾക്കും മുൻഗണന നൽകണം. മുൻപ് കോൺഗ്രസ് കോട്ടകളായിരുന്നതും എന്നാൽ നഷ്ടപ്പെട്ടതുമായ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകും. ഫെബ്രുവരിയിൽ VD സതീശൻ നയിക്കുന്ന കേരള യാത്രയ്ക്ക് മുൻപായി സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യഘട്ടം പൂർത്തിയാക്കും. യാത്രക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് പദ്ധതിയെന്നും സൂചനയുണ്ട്. ജനുവരി 19 രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന മെഗാ പഞ്ചായത്ത് സംഗമം നടക്കും. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്ര ഇടപെടലിനെതിരെ രാപ്പകൽ സമരം, AI ക്യാമറ അഴിമതിയുമായി ബന്ധപ്പെട്ട ഭവന സന്ദർശനം, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ തുടർച്ചയായ സമരങ്ങൾ എന്നിവയിലൂടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് UDF തീരുമാനം. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയ അതേ തന്ത്രങ്ങളുമായി കനകോലു എത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് UDF പ്രതീക്ഷിക്കുന്നത്. 2022 അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്യുന്നതിലും വിജയിപ്പിക്കുന്നതിലും കനകോലു വലിയ പങ്ക് വഹിച്ചു. AICC ഡിസൈൻ ആൻഡ് ക്യാമ്പയിൻ വിഭാഗത്തിന്റെ ചുമതലയും അദ്ദേഹത്തിനുണ്ട്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചതിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ഇദ്ദേഹമാണ്. കർണാടകയിലെ പേ CM ക്യാമ്പയിൻ അദ്ദേഹത്തിന്റെ ബുദ്ധിയായിരുന്നു. തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ്റെ നമുക്കേ നാമോ ക്യാമ്പയിൻ്റെ പിന്നിലും കനകോലു പ്രവർത്തിച്ചിട്ടുണ്ട്. പരസ്യങ്ങളിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. ഇൻക്ലൂസീവ് മൈൻഡ്സ് എന്ന ഏജൻസി വഴിയാണ് അദ്ദേഹം സർവേകളും ഡാറ്റ വിശകലനങ്ങളും നടത്തുന്നത്. കേരളത്തിലെ ദൗത്യം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ സോഷ്യൽ മീഡിയ പ്രചാരണം വരെ ശാസ്ത്രീയമായ രീതിയിൽ അദ്ദേഹം നിയന്ത്രിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ VD സതീശനും മുഖ്യമന്ത്രിക്ക് നൽകിയ ആ മറുപടി കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഈ ഒരു വേളയിലാണ് പ്രചാരണവും കൊഴുപ്പിക്കാനായിട്ട് ഇറങ്ങുന്നത്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, പേടിച്ചു പോയെന്ന് പിണറായി വിജയനോട് പോയി പറഞ്ഞേക്കെന്ന അദ്ദേഹത്തിൻ്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം അന്ന് വലിയ വാർത്തയായിരുന്നു. ഇതേ ഫ്ലെക്സുകൾ കേരളത്തിൽ ഉയരുകയാണ്. മുഖ്യമന്ത്രി പിണറായിയെ വെല്ലുവിളിക്കുകയാണ് സതീശൻ. ഇതോടെ പുനർജനിയിൽ CBI അന്വേഷണം വരുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ സംസാരിക്കുന്നത് നിശബ്ദമാക്കാനാണ് ഇത്തരം നീക്കങ്ങളെന്നും അദ്ദേഹം വാദിച്ചു. സർക്കാരിനെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന ശക്തമായ മുന്നറിയിപ്പായിരുന്നു ആ വാക്കുകൾ. അതുതന്നെയാണ് ഫ്ലെക്സിൽ നിറയുന്നത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉയർന്നിട്ടുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ തർക്കങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്.
2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിക്കായി വിദേശത്തു നിന്ന് പണം സ്വീകരിച്ചതിലും FCRA നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നതാണ് പ്രധാന ആരോപണം. ചാലക്കുടി സ്വദേശിയുടെ പരാതിയെ തുടർന്ന് VD സതീഷിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകിയതോടെയാണ് ഈ വിഷയം സജീവമായത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശത്ത് നിന്ന് ഫണ്ട് ശേഖരിച്ചുവെന്ന ഭരണപക്ഷത്തിന്റെ ആരോപണത്തെ രാഷ്ട്രീയ വേട്ടയാടൽ എന്നാണ് VD സതീശൻ വിശേഷിപ്പിക്കുന്നത്. മസ്പടി വിവാദം ഉൾപ്പെടെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പിണറായി വിജയൻ പുനർജനി കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം വാദിക്കുന്നു. എന്നാൽ ഗൗരവകരമായ നിയമലംഘനം നടന്നതിനാലാണ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെയും CPIMന്റെയും നിലപാട്. പദ്ധതിയുടെ ഭാഗമായി വിദേശത്ത് സന്ദർശനം നടത്തിയതിലും പണം സ്വീകരിച്ചതിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്ന് വിജിലൻസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. പണം നേരിട്ട് കൈപ്പറ്റിയിട്ടില്ലെന്നും സ്പോൺസർമാർ വഴി നേരിട്ടാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയതെന്നും പറഞ്ഞ് സതീഷിനെതിരെ പ്രതിരോധിക്കുന്നു. പുനർജനി വിവാദത്തിൽ മണപ്പാട് ഫൗണ്ടേഷൻസിനെതിരെയും CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു. മണപ്പാട് CEO അമീർ അഹമ്മദിനെതിരെ CBI അന്വേഷണം വേണം. സംശയാസ്പദമായ ഇടപാടുകൾ NGOയുടെ അക്കൗണ്ടിൽ നടന്നുവെന്ന് വിജിലൻസ് പറയുന്നു. FCRA നിയമപ്രകാരം CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. അതേസമയം പുനർജനി പദ്ധതിയിൽ VD സതീഷിനെതിരായ സർക്കാർ നീക്കം നിയമോപദേശവും മറികടന്നാണെന്ന വിവരങ്ങൾ പുറത്തുവന്നു. CBI അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു നിയമോപദേശം. അക്കൗണ്ടിലേക്ക് പണം വന്നില്ലെന്നും മണപ്പാട് ഫൗണ്ടേഷനെ വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാമെന്നും കണ്ടെത്തിയിരുന്നു. പുനർജനി പദ്ധതിയിൽ സതീശൻ പണം വാങ്ങിയില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പും പുറത്തുവന്നു. VD സതീഷിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതിന് തെളിവില്ല. പുനർജനി ഫണ്ട് സതീശൻ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ട്. വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് കൈമാറിയതാണ് റിപ്പോർട്ട്. 2025 സെപ്റ്റംബർ 19 സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണ് പുറത്തുവന്നത്.